ടു അനദർ വീഡിയോ ഓഫ് സൈലേൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വന്നിട്ടുള്ള ഒരു ടേമാണ് ഗ്യാസ് ലൈറ്റിംഗ്. സോ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് ഫസ്റ്റ് പോകാം. 1938 നടത്തിയ ഒരു പ്ലെയിൻ്റെ ബേസിൽ 1944 ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങുകയാണ്. ആ ഒരു മൂവിയിൽ ഹസ്ബൻഡിൻ്റെ വൈഫിനെ തൻ്റെ തോട്ട് അല്ലെങ്കിൽ ആ വൈഫ് പെർസീവ് ചെയ്ത റിയാലിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഹസ്ബൻഡ് ഗ്യാസ് ലൈറ്റ് ഓണും ഓഫും ചെയ്യുന്നുണ്ട്, അത് വൈഫ് കാണുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് പറയാണ് താനിത് ഹാലൂസിനേറ്റ് ചെയ്യാണ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു വൈഫിനെ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിനിമയുടെ ബേസിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ടേം വരുന്നത്, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ടേം. So, gaslighting is a form of psychological abuse whereby a person or group manipulates one or more people into questioning their sanity and a perception of reality. അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾ മറ്റൊരാളുടെ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ അബ്യൂസിനെയാണ് നമ്മൾക്ക് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ തൻ്റെ ഒരു റിയാലിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അത് തനിക്ക് തന്നെ ഒരു ട്രസ്റ്റ് അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരാൾ അവരുടെ തോട്ടിനെ അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ മുകളിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ പവർ ഓഫ് കൺട്രോൾ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ടും ഈ ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ കണ്ടുവരുന്നത് അബ്യൂസീവ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് നമ്മൾ മെയിൻലി ഇത് കണ്ടുവരുന്നത്. പക്ഷേ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രം കണ്ടുവരണമെന്നില്ല, നമുക്ക് ഏതൊരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിലും ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് കണ്ടുവരാൻ. നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും, പൊളിറ്റിക്സിലാണെങ്കിലും, എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് കണ്ടുവരാം. പക്ഷേ മെയിനായിട്ട് നമ്മൾ കാണുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് കണ്ടുവരുന്നത്. ഈ ഗ്യാസ് ലൈറ്റിന് ഇരയാവുന്ന ആൾക്കാർ കൂടുതലും അവരുടെ ജഡ്ജ്മെൻറ്റിനെ ട്രസ്റ്റ് ചെയ്യാത്തവരായിരിക്കും. അവർക്ക് കുറച്ചും കൂടെ സെൽഫ് വെർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇത് ഒരു വിക്റ്റിം ആവുന്നത്. പീപ്പിൾ വിത്ത് സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് അവർ ഇതിൽ വിക്റ്റിം ആവില്ല. അവർ കുറച്ചും കൂടെ ഈ കാര്യങ്ങൾ ബാധിക്കില്ല. ഈ ഗ്യാസ് ലൈറ്റിംഗ് പറയുന്ന ഒരാൾ ആ മാനിപ്പുലേറ്ററിനോട് പറയുന്നത്, അതായത് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, അവർ ഡിനൈ ചെയ്യും. അവർ എന്ത് കാര്യമാണോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് അതിന് ഡിനൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ഡിനൈ ചെയ്യുന്നു. അതുപോലെ അവർ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞൊരു ഇൻഫർമേഷനെ റീഇൻറ്റർപ്രറ്റ് ചെയ്ത് ആ പറഞ്ഞ ആൾക്ക് തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാക്കുന്നതിനെയാണ് ഗ്യാസ് ലൈറ്റിങ്ങിലുള്ള ആൾക്കാർ ചെയ്യുന്നത്.